ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ ദിവസം ദൈവത്തിന് പ്രത്യേകമായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഒരു വിചാരമുള്ള ഒരു ദിവസമാണ്. ശരിക്കും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളോടൊക്കെ പറയും, നിങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും വിചാരമുണ്ടോ, എന്തെങ്കിലും ചിന്തയുണ്ടോ, മക്കളെ കെട്ടിച്ചു വിടണം എന്നൊരു വിചാരമുണ്ടോ, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളൊരു വിചാരമുണ്ടോ? ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കർത്താവിനോട് ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. എപ്പോഴായിരുന്നു? ആ ഒരു പടകിൽ യേശു കർത്താവും ശിഷ്യന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റും കോളും ഒക്കെ വന്നപ്പോൾ അതിൻ്റെ നടുവിൽ യേശു കർത്താവ് നല്ല കൂർക്കം വലിച്ചുറങ്ങിയ. അപ്പോൾ ശിഷ്യന്മാർ ചിന്തിച്ചു, യേശുവിന് ഒരിക്കലും അവൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരു വിചാരവുമില്ലാത്ത, എന്താ പറയുക, സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഞങ്ങളുടെ ഒരു ലീഡർ എന്നവരറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷെ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കി. എന്നാൽ അതിനു മുന്നേ അവരോട് ഈ ശാന്തമാക്കി കഴിഞ്ഞതിന് ശേഷം ഈ ശിഷ്യന്മാരോട് യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അല്പവിശ്വാസികളെ, നിങ്ങൾക്ക് വിശ്വാസമില്ലാതായി പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. കാറ്റും കോളും ഒക്കെ വന്നെന്നിരിക്കും, അത് നോർമലായിട്ട് എല്ലാവർക്കും വരുന്നത് പോലെ വരും. പക്ഷെ എല്ലാവരുടെയും വഞ്ചിക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് പ്രശ്നമല്ല. ഞാൻ കിടന്നുറങ്ങുന്ന വഞ്ചിയാണെങ്കിലും എൻ്റെ വഞ്ചിക്കകത്തിരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അത്രത്തോളം നിങ്ങൾ എൻ്റെ ശക്തിയെ നിങ്ങൾ വിശ്വസിക്കേണ്ടതായിരുന്നു എന്നാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന ഇത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. കർത്താവിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. അതുകൊണ്ടാണ് അവൻ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ എന്താ കർത്താവെ ഒന്നും മിണ്ടാത്തെ എന്ന് ചോദിക്കും. പക്ഷേ സത്യത്തിൽ കർത്താവിന് വിചാരമുണ്ട്. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട്, അവൻ്റെ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട്, അവൻ്റെ പടകിലാണ് ഞാൻ ആയിരിക്കുന്നത്, അവൻ്റെ വഞ്ചിക്കകത്താണ്, അവൻ്റെ ബോട്ടിനകത്താണ് ഞാൻ ആയിരിക്കുന്നത്. ഞാൻ നശിക്കണമെങ്കിൽ അതിനു മുന്നേ എൻ്റെ കർത്താവ് നശിച്ചിരിക്കണം. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് നശിക്കത്തില്ലെങ്കിൽ കർത്താവിൻ്റെ പടകിലിരിക്കുന്ന നമ്മളും നശിച്ചു പോകത്തില്ല. എത്ര ചേർന്ന് ഒരു ആമേൻ പറയും. ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഒരു കീ സ്പോൺസറാണ് ചെന്നൈയിൽ നിന്ന് അജിത് ജോൺ ആണ്. താങ്ക് യു ബ്രദർ അജിത്. അജിത് ജോണിനും കുടുംബത്തിനും ദൈവം നൽകിയ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ സംരക്ഷണം, അനുഗ്രഹം, കരുതൽ എല്ലാം ആ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. ജോലിയിൽ വിശ്വസ്തയോടും ഉത്തരവാദിത്വത്തോടെ നിൽക്കുവാൻ കർത്താവിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഈ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ ചില പ്രത്യേക നന്മകൾ പെയ്തിറങ്ങുന്ന ചില ദിവസങ്ങളാണല്ലോ കർത്താവെ. ഈ ദിവസങ്ങളിൽ അത് പിടിച്ചെടുക്കുവാനുള്ള പ്രത്യേകമായിട്ടുള്ള കൃപ ഇവർക്കുണ്ടാകട്ടെ. അത് ടാപ്പ് ചെയ്തെടുക്കുവാനുള്ള കൃപ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്നുള്ളതാണ്. സോറോ ഷാൽ ടേൺ ഇൻ ടു സെലിബ്രേഷൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് വേഗത്തിൽ കിടക്കാം. Welcome back. So happy. എല്ലാവരെയും വീണ്ടും ഒന്ന് കണക്ട് ചെയ്യാൻ ഒക്കെ കർത്താവ് തന്ന അവസരമാണ്. ഈ ദിവസങ്ങളിൽ യേശയ്യാവിൻ്റെ പുസ്തകം 61 ആധാരമാക്കി പല പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനെ പീസാക്കി ഓരോന്നും എടുത്ത് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്തോട്ട് ആക്കിയെടുക്കുകയാണ്. ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്സിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആനന്ദ തൈലം പറഞ്ഞു, എല്ലാവരും ഇരുന്ന് പറഞ്ഞു, ആനന്ദ തൈലം, ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്. ലൈഫ് ചാറ്റിൽ വളരെ പെട്ടെന്ന് എല്ലാവരും ടൈപ്പ് ചെയ്തിടുക. ഇംഗ്ലീഷിലിടാം, മലയാളത്തിലിടാം, ഹിന്ദിയിലിടാം, ഉറുദുവിലിടാം. അന്യഭാഷയിൽ മാത്രം ഇടരുത്, വ്യാഖ്യാനം ഇവിടെ അടുത്തെങ്കില്ല, ബാക്കിയെല്ലാം ഇട്ടു. ദി ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്, ആനന്ദ തൈലം. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. അന്നത്തെ കാലത്ത് വിശിഷ്ടാതിഥികൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ആഘോഷം നടക്കുമ്പോൾ ഒക്കെ അവരുടെ ആ ഈസ്റ്റേൺ കൾച്ചറിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് വളരെ വിലപിടിച്ച ഓയിൽ കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കും. യേശു ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു സ്ത്രീ സ്വച്ഛ ജഡമാംസി തൈലം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് വാസ് സോ എക്സ്പെൻസീവ്. അത്രയും വിലപിടിച്ച ആ തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ ശിരസിന്മേൽ ഒഴിച്ചു. ആൻഡ് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ
പെട്ടെന്ന് അവിടെ മുഴുവൻ ആ സുഗന്ധം പരന്നു. ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും ഈവൻ ജൂഡ ഇസ്കാരിയോത്ത് സ്വന്തം ട്രഷറർക്ക് പോലും അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരാൾ അധ്വാനിച്ചാൽ കിട്ടുന്ന അത്രയും പൈസ, ഒരു വർഷത്തെ ഒരാളുടെ അധ്വാനം വേണം. അത്രയും ഒരു സ്പൈക്ക് ഇൻ ഓൾഡ്, ഈ പ്രത്യേകമായ ഒരു ബോട്ടിലിൽ വരുന്ന മാർബിൾ ബോട്ടിൽ എന്തോ ആണിത്. അതിൽ പലതും ഇന്ത്യയിൽ നിന്നാണ് അന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബോട്ടിൽ വരുന്നത് ഈജിപ്തിൽ നിന്നെന്തോ ആണ്. കംപ്ലീറ്റ്ലി എക്സ്പോർട്ടാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. അതാണ് ഈ ലേഡി കൊണ്ടുവന്ന് യേശുവിൻ്റെ ശിരസിൽ ഒഴിക്കുന്നത്. അതും ക്രൂശീകരണത്തിന് ഒരാഴ്ച മുമ്പ്. ചില ദിവസങ്ങൾക്ക് ശേഷം ക്രൂശീകരണം നടക്കുകയാണ്. പക്ഷേ ഷി വാസ് ഓണറിങ് ജീസസ്. ഞാൻ ചിന്തിക്കുകയാണ്, സ്വർഗത്തിലെ പിതാവ് ഇതുപോലെ അവനെ അഭിഷേകം ചെയ്താണ് ഇങ്ങോട്ട് വിട്ടത്. ഈ ഒരു സ്ത്രീ വന്നിട്ട് അവൻ്റെ ശിരസിന്മേൽ ഇത് ഒഴിച്ചു. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായൊരു ഓണറാണ് ആ സ്ഥലത്ത് അവന് കിട്ടിയത്. അതായത് ആ വീട്ടിൽ ഏറ്റവും VIP ആയി വന്നിരിക്കുന്ന ഒരു വിശിഷ്ട അതിഥിയാണ് നീ എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അതുകൊണ്ടാണ് അത്രയും വില പിടിച്ചത്. അപ്പോൾ ചിലർക്ക് പെറുപുറത്തെങ്കിലും കർത്താവ് പറഞ്ഞത് അവൾ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതെന്ന് വിചാരിച്ചാൽ മതി. കാരണം ഇതുപോലൊരു കോസ്റ്റ്ലി പെർഫ്യൂം കാര്യങ്ങളൊക്കെ, പെർഫ്യൂംഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ എംബാം ചെയ്യാൻ വേണ്ടി മരണശേഷം ഒരു ശവശരീരത്തെ എംബാം ചെയ്താണ് കുറേയധികം ശീലകളിൽ ചുറ്റി അവർ ഒരു ശവകുടീരത്തിനകത്ത്, സെപ്പൾക്കർ അല്ലെങ്കിൽ ടൂമിനകത്ത് കൊണ്ടുപോയി വയ്ക്കുന്നത്. സോ പറയാൻ വന്നത്, വിശേഷ അവസരങ്ങളിലാണ് ഇതുപോലുള്ള അഭിഷേക തൈലം ഒഴിക്കപ്പെടുന്നത്. യേശുവിൻ്റെ മേലുള്ള അഭിഷേക തൈലം, അഭിഷേകത്തിൻ്റെ പ്രത്യേകത വിലപിച്ചിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന, വേറെ ഒരു ചിന്തയില്ല എങ്ങനെ ജീവിതം അവസാനിപ്പിക്കാം, എങ്ങനെ ഈ പരിപാടി അവസാനിപ്പിക്കും, ഈ കാര്യപരിപാടി അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെ പോകാം. അപ്പം ആകെയുള്ള ചിന്ത എന്ന് പറയുന്നത്, പെട്ടെന്ന് ദൈവം എടുത്തിരുന്നെങ്കിൽ, ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ മരിച്ചിരുന്നെങ്കിൽ, ഓഹ് മൈ ഗോഡ്. ഒരു കാലത്ത് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായ ആളാണ് ഇപ്പോൾ പറയുന്നത്, എങ്ങനെയെങ്കിലും അങ്ങ് തീർന്നിരുന്നെങ്കിൽ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. കയറ് കെട്ടണോ, സാരി കെട്ടണോ, റെയിൽപ്പാളത്തിൽ പോകണോ, വിഷം കുടിക്കണോ, ഷോക്ക് അടിക്കണോ, ഞരമ്പ് മുറിക്കണോ, അധികം വേദനയില്ലാതെ എങ്ങനെ ഇവിടുന്ന് പോകാം, ഗുളിക കഴിക്കണോ, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യേശു അടുത്തേക്ക് വരികയാണെന്നിരിക്കട്ടെ. ചുമ്മാ വരികയാണ്, യേശു അടുത്തേക്ക് വരികയാണ്. അവൻ്റെ മേലുള്ള ആനന്ദ തൈലത്തിൻ്റെ ഒരു അഭിഷേകമുണ്ട്. പിതാവിൽ നിന്നും സ്വീകരിച്ചൊരു അഭിഷേക തൈലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സാന്നിധ്യം അടുത്തേക്ക് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ ഗ്രിപ്പ്, നീരാളിപ്പിടുത്തമുണ്ട്. ഏത് നിരാശയുടെ, മരണത്തിൻ്റെ, ഹോപ്പ്ലെസ്സിൻ്റെ നീരാളിപ്പിടുത്തം, അത് അയഞ്ഞ് മാറാൻ തുടങ്ങും. ഫീലിങ്സ്, ഇമോഷൻസ്, അകത്തുള്ള ചിന്തകളെല്ലാം പെട്ടെന്നങ്ങ് മാറും. കണ്ണുകളൊക്കെ വിടരുന്നു. ഫേഷ്യൽ മസിൽസും ടിഷ്യൂസും എല്ലാം ഗ്ലോ ചെയ്യാൻ തുടങ്ങുന്നു, റേഡിയൻ്റ് ആകുന്നു. എന്ന് മാത്രമല്ല, അകത്തോട്ട് അവാച്യമായ ഒരു സന്തോഷം വന്ന് നിറയുകയാണ്. അങ്ങനെ നിറഞ്ഞിട്ട് പതുക്കെ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ ശേഷം ഡ്രസ്സ് മാറും, കുളിക്കുന്നു, ഡ്രസ്സ് മാറും, നല്ല വസ്ത്രം ധരിച്ച് പിന്നെ അങ്ങ് പാട്ടും നൃത്തവും തുടങ്ങും. ദിസ് ഇസ് ദ ചേഞ്ച് ജീസസ് കൻ ഗിവ്. വിശ്വസിക്കാമോ? വിശ്വസിച്ചില്ലെങ്കിൽ അവിടെ ഇരുന്നോ. വിശ്വസിക്കുന്നവർക്ക് കർത്താവ് ഇത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഈ വിലാപത്തിന് കാരണമായ ചില സാഹചര്യങ്ങളെയും കർത്താവ് മാറ്റും. ഞാൻ ഒരു ഭാഗം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പോവാം. എസ്തറിൻ്റെ പുസ്തകം. എസ്തറിൻ്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അവിടെയാണ് ഇന്ത്യ എന്നുള്ള പേര് 2 പ്രാവശ്യം എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പം ഭാരതത്തിൻ്റെ പുസ്തകമാണ് എസ്തറിൻ്റെ പുസ്തകം. 9-ാം അധ്യായം 22-ാമത്തെ വചനം എബ്രായ ഭാഷയിലാണെങ്കിൽ ഇന്ത്യ എന്ന്, ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നും, മലയാളം പല ബൈബിളുകളിലും ഹിന്ദു ദേശം എന്നും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ എന്നാൽ എബ്രായ ഭാഷയിൽ ഹോദു എന്നാണ്. ഹോദു മീൻസ് താങ്ക്സ് ഗിവിങ്. എൻ്റെ അർത്ഥം ഇന്ത്യയുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്
ദൈവത്തിന് താങ്ക്സ് ഗിവിങ് അർപ്പിക്കുക എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് പോലും സമാഗമന കൂടാരത്തിലെ പരിമള തൈലത്തിൻ്റെ കൂട്ടിലുള്ള എനിക്കൊന്ന് 4-3 കൂട്ടും ഇന്ത്യയിൽ നിന്ന് നമുക്ക് കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് അപ്പോഴേ ഒരു റോളുണ്ട്. ഓൾറൈറ്റ്. എസ്തർ 9:22 As the time when the Jews got relief from their enemies and as the month when their sorrow was turned into joy and their mourning into a day of celebration, he wrote them to observe the days as days of feasting and joy and giving presents of food to one another and gifts to the poor. പശ്ചാത്തലം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ചിലക്കറിയാൻ പറ്റണമെന്നില്ല. അവിടെ ഈ എസ്തേർ ഒരു അനാഥ പെൺകുട്ടിയെ പോലെയാണ്. അങ്കിൾ മൊർദെഖായിയാണ് അവളെ വളർത്തിയത്. സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. രാജാവിൻ്റെ ഭാര്യ രാജാവ് പറഞ്ഞ് അനുസരിക്കാതിരുന്നപ്പോൾ അവളെ ഉപേക്ഷിച്ചു. ഒരു പുതിയ രാജ്ഞിയെ വഴിക്കണം. അതിനുവേണ്ടി സൗന്ദര്യമുള്ള സ്ത്രീകളെ അന്തഃപുരത്തിൽ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെ ഈ യുവതികളുടെ മേലൊക്കെ ഇങ്ങനെ പ്രയോഗിച്ച് മാസങ്ങൾ കൊണ്ട് സൗന്ദര്യം കൂട്ടി റെഡിയാക്കി വേണം രാജാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. എസ്തർ തിരഞ്ഞെടുക്കപ്പെടും. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായത്, അവിടെയുള്ള യഹൂദന്മാരെ മുഴുവൻ വംശഹത്യ ചെയ്യാൻ അവിടെയുള്ള യഹൂദ ശത്രുക്കൾ, ആൻറ്റിസെമിറ്റിക് ആയിട്ടുള്ള ആളുകൾ പദ്ധതി ഒരുക്കി കഴിഞ്ഞപ്പോൾ അത് എസ്തർ അറിഞ്ഞു. എസ്തറിൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ യഹൂദരെ മുഴുവൻ കൊന്നൊടുക്കാൻ പോകും. മുഴുവൻ മീൻസ് മുഴുവൻ. എസ്തർ ആ സമയത്ത് ഒരു 3 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. താനും ദേശത്തിലെ സകലരും 3 ദിവസം ഫാസ്റ്റ് ചെയ്യാൻ പോകും ദൈവസന്നിധിയിൽ. ആ ഫാസ്റ്റിങ്ങിന് ശേഷം രാജാവിൻ്റെ അടുക്കലോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ ഒന്നുകിൽ തല പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കും. പക്ഷെ ആ സമയത്ത് പ്രത്യേകിച്ച് ആ രാജാവ് തൻ്റെ ചെങ്കോൽ നീട്ടിയാൽ കാര്യം നടന്നു എന്നർത്ഥം. ചെങ്കോൽ നീട്ടാതെ വെച്ചു കഴിഞ്ഞാൽ തല പോയി. ഇത്രയുള്ള സംഭവം, സിമ്പിൾ. എസ്തർ തല പോയാലും ഇല്ലേലും എന്ന് പറഞ്ഞ് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു. എന്തിനു വേണ്ടി? രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, യഹൂദരുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി. ഒരു കാര്യങ്ങൾ ഓർക്കണം, അന്ന് അവിടെ വെച്ച് സകല യഹൂദരെയും കൊന്നിരുന്നെങ്കിൽ മശിഹ ഈ ഭൂമിയിൽ വരില്ലായിരുന്നു. കാരണം അവരിൽ നിന്ന് അവരുടെ പിന്തുടർച്ചക്കാരനായിട്ടാണ് യേശു വരേണ്ടത്. അതിൻ്റെ അർത്ഥം സകല ലോകത്തിൻ്റെയും രക്ഷ വരെ നഷ്ടപ്പെടുത്താവുന്ന ഒരു പദ്ധതിക്കാണ് പിശാചെന്ന് രൂപം കൊടുത്തത്. എന്നാൽ എസ്തർ എന്നൊരൊറ്റ പെൺകൊച്ചിൻ്റെ ഇനീഷ്യേഷനും ഉപവാസവും നിമിത്തം എൻ്റെ പുറകിൽ മൊർദെഖായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സമയത്ത് എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ഗോഡ് ഹാസ് റേസ്ഡ് യു ഇൻ ടു സച്ച് എ പൊസിഷൻ ഫോർ സച്ച് എ ടൈം ആസ് ദിസ്. ഇങ്ങനൊരു കാലഘട്ടത്തിന് വേണ്ടി നിന്നെ ആ സ്ഥാനത്ത് കൊണ്ടുപോയത്. നീ ഈ സമയത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവം പ്രവർത്തിക്കുമായിരിക്കാം, പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. എൻ്റെ അർത്ഥം, മര്യാദക്ക് നീ ഈ സമയത്ത് എന്താണെന്ന് വെച്ചെടുത്ത് കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. എസ്തറിന് നല്ല ഉത്സാഹമായി. അങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്. എനിവേ, സംഭവിച്ചത്, എസ്തറിനോട് രാജാവ് പറഞ്ഞു, എന്താണ് നിന്റെ ആവശ്യം? കാര്യം പറഞ്ഞു. ഇതുപോലെ രാജാവ് തന്നെ രേഖ എഴുതി ഡോക്യുമെന്റ് സൈൻ ചെയ്ത് മുദ്രാമോതിരം കൊണ്ട് മുദ്ര വെച്ച് കൊടുത്തിരിക്കുകയാണ്. സകല യഹൂദരെയും രാജ്യത്ത് നിന്ന് മുഴുവൻ തുടച്ചു നീക്കുക. എസ്തർ പറഞ്ഞു, എൻ്റെ ജനമാണ്, ഐ ബിലോങ് ടു ദോസ് പീപ്പിൾ. എൻ്റെ ജനമോ കൊല്ലാൻ. എസ്തറിനോട് എന്താണ് ആവശ്യം? നീ അങ്ങ് എഴുതിക്കും, ഞാൻ കുത്തിക്കോളാം. മോതിരം പിടിച്ചു ഞാൻ കുത്തിക്കോളാം, എന്താണെന്ന് വെച്ചിട്ട് അങ്ങനെ രേഖ തിരുത്തി എഴുതി. ചിലരോട് പരിശുദ്ധാത്മാ പറയുന്നു, നിനക്കെതിരെയുള്ള ചില രേഖകൾ തിരുത്തും, അതിൽ അമെൻമെന്റുകൾ വരും, അതിൽ മൊത്തം ക്യാൻസലാക്കിയ പുതിയ രേഖ എഴുതപ്പെടും. അത് മെഡിക്കൽ റിപ്പോർട്ടുകളാകാം. ഒരു സമയത്ത് ചെന്നപ്പോൾ ഇങ്ങനെ പറയുന്നു, അടുത്തത് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇതെല്ലാം മാറും, റിപ്പോർട്ടുകൾ മാറും. എതിരായി എഴുതിയ കേസിൻ്റെ ചില രേഖകൾ കർത്താവിന് മാറ്റാൻ കഴിയും. പറയാൻ വന്നത്, അതോടുകൂടെ സകലം അങ്ങ് ഉൾട്ടാ തിരിഞ്ഞു. യഹൂദന്മാർക്ക് അവിടെ പ്രാമുഖ്യം വന്നു.
അതിൻ്റെ അർത്ഥം സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പിൻ്റെ രക്ഷാകര പദ്ധതി, രക്ഷയുടെ ചാല് പോലും അടക്കുവാനുള്ള പിശാചിൻ്റെ ശ്രമത്തെ അവിടെ വെച്ച് തകിടം മറിച്ചു. അതായത് എസ്തർ എന്ന ഈ പെങ്കൊച്ച്, because of her fasting and prayer and standing before the Lord, she sabotaged the enemy's strategies. അങ്ങനെ ഇവിടെ പറയുന്നത്, when their sorrow was turned into joy, അവരുടെ ദുഃഖം സന്തോഷമായി മാറി, and their mourning into a day of celebration. അവരുടെ വിലാപം എന്ന് വെച്ചാൽ ഈ എല്ലാ യഹൂദരെയും കൊല്ലാൻ പോകുന്നു എന്നുള്ള ആ രേഖയിൽ രാജാവ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ദേശത്ത് എല്ലാ യഹൂദ ഭവനങ്ങളും എങ്ങനെയാണ് എന്ന് വെച്ചാൽ നാളെ മറ്റന്നാളോ എല്ലാം തീരുകയാണ്. പിന്നെ ഒരു യഹൂദൻ പോലും ആ രാജ്യത്തില്ല. ചിന്തിച്ചു നോക്ക്, ഒരാൾ പോലും ആ രാജ്യത്തില്ല. കൂട്ടക്കരച്ചിൽ ദേശം മുഴുവൻ, എല്ലാ വീടുകളിലും ജനങ്ങൾ കരയുകയാണ്. എല്ലാവരെയും കൊല്ലാൻ പോവുക. ഇനി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല. ഓ മൈ ഗോഡ്. പക്ഷെ അതിനെ ദൈവം എന്താക്കി തീർത്തു? their mourning എന്തായി തീർന്നു? God turned their mourning into a day of celebration. കാരണം രേഖ അങ്ങ് തിരുത്തി എല്ലായിടത്തും വിളംബരം, പെരുമ്പറ കൂട്ടി എല്ലായിടത്തും വിളംബരം വന്നതോടുകൂടി വാവ്, ഇവിടെ പറയുന്നത് he wrought them to observe the days as days of feasting and joy. ആ ദിവസത്തെ ഇനി മുതൽ എല്ലാ ആണ്ടിലും ഇതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായൊരു ഉത്സവമാക്കി മാറ്റുക. സന്തോഷത്തിൻ്റെ, ഗിവിങ് പ്രസൻസ് ഓഫ് ഫുഡ്, ഭക്ഷണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഉണ്ട്. പല ആഘോഷങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണത്തിൻ്റെ പാക്കറ്റുകളൊക്കെ ഇപ്പോൾ ഓണത്തിന് എല്ലാവരും കൊടുക്കും, ക്രിസ്മസിന് കൊടുക്കും, പലതിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കുന്ന രീതിയുണ്ട്. അതുപോലെ ഒരു ഡേ ഓഫ് സെലിബ്രേഷനൊക്കെ ആ ഡേയെ മാറ്റി പരിശുദ്ധാത്മാവ് ചിലരോട് പറയും, ദുഃഖിച്ച് എല്ലാ വർഷവും ദുഃഖിച്ച് കരയേണ്ട ആ ദിവസത്തെ എല്ലാ വർഷവും ഓർത്തോർത്തോർത്ത് സന്തോഷിക്കുന്ന ഒരു ദിവസമാക്കി കർത്താവ് മാറ്റും. ഈ ഷമ സിസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു ടെസ്റ്റ് മണി നിങ്ങൾ കേട്ട് കാണും. ആദ്യത്തെ ഞങ്ങളുടെ കുഞ്ഞ് മിസ്കാരേജിലൂടെ നഷ്ടപ്പെട്ട സമയത്ത് ഷമ സിസ്റ്റർ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, അടുത്ത വർഷം ഇതേ ദിവസം നിനക്കൊരാൺകുഞ്ഞുണ്ടാവും. അത് അതുപോലെ തന്നെ കൃത്യമായി ഒരു ഏപ്രിൽ 27 ആൺകുഞ്ഞ് ജനിക്കുകയാണ്. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എല്ലാ വർഷവും ആ ഡേയിൽ ഓർക്കും, ഓ കുഞ്ഞ് നഷ്ടപ്പെട്ട ദിവസമാണ്, ഒരു വല്ലാത്തൊരു വേദന അകത്ത് വരും. പകരം ഇപ്പോൾ എല്ലാ വർഷവും കേക്ക് മുറിക്കുക, അത് സന്തോഷത്തിന്റെ ദിവസമായി മാറി, ഡേ ഓഫ് സെലിബ്രേഷനായി മാറി. ഇതുപോലൊരു സംഭവമാണ് ആ ദേശത്തുണ്ടായത്. ഓ മൈ ഗോഡ്. പരിശുദ്ധാത്മാവിൽ അതിശക്തമായ ഒരു സന്ദേശം, ഒരു പ്രൊഫറ്റിക് മെസ്സേജ് ഇന്ന് റിലീസ് ചെയ്യപ്പെടുകയാണ്. ഈ മോർണിംഗ് ഗ്ലോറി ഇപ്പോൾ ലൈവ് ആയി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലും ഇതിന് ശേഷം ഇതിൻ്റെ റീപ്ലേ കാണുന്നവരോടും പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, എല്ലാ വർഷവും ഓർത്ത് വിലപിക്കേണ്ട, ദുഃഖിക്കേണ്ട ഒരു ദിവസം, അതിനെ കർത്താവ് സന്തോഷത്തിൻ്റെയും ഫീസ്റ്റിങ്ങിൻ്റെയും സെലിബ്രേഷൻ്റെയും പകർച്ച കൊടുക്കുന്ന, മധുരം വിതരണം ചെയ്യുന്നത് പോലുള്ളൊരു അനുഭവത്തിലേക്ക് മാറ്റിത്തീർക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്, ആനന്ദത്തിൻ്റെ തൈലം പലരുടെയും മേൽ കർത്താവ് റിലീസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് അതിനെ പറയേണ്ടത് എനിക്കറിഞ്ഞൂടാ. പിശാച് കെണികളും പദ്ധതികളും തകർക്കുവാനുള്ളത് ഇങ്ങനെ ഒരുക്കി വരുമ്പോൾ അതിനെ അട്ടിമറിക്കുന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുക. എഴുതി വെക്ക്, നോട്ട്സ് എഴുതുന്ന കൂട്ടത്തിൽ അതും കൂടി എഴുതും. ബൈബിളിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് എഴുതി വിടുകയോ ഡയറിയിൽ എഴുതി കുറിച്ച് വെക്കുകയോ എപ്പോഴും കാണത്തക്ക രീതിയിൽ വെക്കുക. ഒരു പ്രൊഫറ്റിക് മെസ്സേജ് ഞാൻ റിലീസ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ വിലാപത്തെ അവൻ സന്തോഷമാക്കി, നൃത്തമാക്കി മാറ്റുകയാണ്. വിലാപകാവ്യങ്ങൾ, വിലാപഗീതങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ ടോൺ തന്നെ, അതിൽ നിന്ന് പുറപ്പെടുന്ന സംഗീതത്തിന് ഒരു പ്രത്യേകതയുള്ളത് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവന് പോലും, ഉദാഹരണത്തിന് പണ്ട് കാലത്തൊക്കെ ഏതെങ്കിലും പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ പ്രധാനപ്പെട്ട ഒരാളോ മരിക്കുമ്പോൾ അന്നത്തെ എല്ലാ റേഡിയോയിലും ഒരേ സമയം ഒരു പ്രത്യേക ഒരു ടോൺ
ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. TV ഓൺ ചെയ്താൽ ദേശം മുഴുവൻ ദുഃഖാചരണമാണ്. ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോഴേ സന്തോഷത്തോടെ വല്ലയിടത്തും കളിച്ചുകൊണ്ടിരിക്കുന്ന, ചിരിച്ച് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പോലും അത് നിർത്തും. അതേസമയത്ത് ഒരു ജോയ്ഫുൾ നോട്ട്സ് വന്നാൽ, ഒരു ജോയ്ഫുൾ മ്യൂസിക്കാണ് ആ സമയത്ത് വരുന്നതെങ്കിലോ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും പ്ലസന്റാ. ഇതുപോലൊരു മാറ്റം യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്തിന് ദുഃഖിച്ചിരിക്കുന്ന, നിരാശയുടെ നെല്ലിപ്പലയിൽ കയറിയിരുന്നുകൊണ്ട് മാറത്തടിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ദുഃഖത്തെ സെലിബ്രേഷനാക്കി മാറ്റാൻ ഉള്ള ഒരു ശക്തി ഈ അഭിഷേകത്തിന് ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത്. പ്രൈസ് ഗോഡ്. ഒരു വചനം കൂടി വായിച്ചേക്കാം. 45-ാം സങ്കീർത്തനം 7-ാമത്തെ വചനം. You love righteousness and hate wickedness. Therefore God, your God, has set you above your companions by anointing you with the oil of joy. വീണ്ടും അതിവിടെ പറയുകയാണ്, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അവൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട്. ഒരു ഭയങ്കര സംഭവമാണ്. ചിലരോടൊക്കെ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ, കസിൻസിന്റെ സർക്കിളിൽ, എല്ലാ ഗ്രൂപ്പിലും വെച്ച് ഒരു ആനന്ദ തൈലത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ കർത്താവ് pour out ചെയ്യാൻ പോകും. Are you ready for that? ഇനിയും ചിലതൊക്കെ ഇതിന്ന് പറയണമെന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്കൊരു പക്ഷേ നാളെ ചിന്തിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഇത് കാണുന്ന ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ലൈവിലായാലും റീപ്ലേ ആയാലും ഈ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്ന, പ്രത്യേകിച്ച് സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുകയല്ല, ആത്മഹത്യ കുറിപ്പ് എഴുതി വച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. ആ ആത്മഹത്യാ കുറിപ്പ് ഇപ്പൊ തന്നെ കയ്യിലെടുക്കുക. ഇപ്പൊ കയ്യിലെടുക്കുക. കീർ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ കീർക്കള. ഇല്ല ബ്രദറെ, എനിക്ക് ആത്മഹത്യാ കുറിപ്പ് ഞാൻ എഴുതിയിട്ടില്ല, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഉള്ളിൽ കീർ, അകത്ത് ആ കുറിപ്പ് കീർ. യേശുവിൻ്റെ നാമത്തിൽ മരണദൂതനെ കർത്താവ് ആട്ടിപ്പായിക്കുകയാണ്, ശാസിച്ച് വീട്ടി മാറ്റുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആയുസ്സിൽ ചെയ്തു തീർക്കേണ്ട സകലവും തീർത്തിട്ട് പോയാൽ മതി, അതാ കർത്താവ് പറയുന്നത്. പണ്ടൊരു ഏലിയാവ് അങ്ങനെ ചിന്തിച്ചു. കർത്താവ് വാശിക്ക് പിന്നെ നീ അങ്ങനെ പിന്നെ മരിക്കണ്ടെന്ന് പറഞ്ഞു. മരണം കൂടാതെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ലൈഫിൻ്റെ എക്സ്റ്റൻഷൻ നടക്കട്ടെ, രോഗങ്ങൾ മാറട്ടെ, ആസ്മ രോഗം സൗഖ്യമാകട്ടെ, നട്ടെല്ല് സൗഖ്യമാകട്ടെ, ഇടുപ്പെല്ല് സൗഖ്യമാകട്ടെ, ജോയിൻറ്റുകൾ സൗഖ്യമാകട്ടെ. തൈറോയിഡും കൊളസ്ട്രോളും മൂലം, അതിൻ്റെ വർധനവ് മൂലം ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുക. ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വ്യത്യാസമുണ്ടാകട്ടെ. കൈകളും കൂടെ നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ കർത്താവെ, ആനന്ദതയിലും കൂടെ നിറയ്ക്കണമേ, വിടുതലയക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഞാനിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു, യേശുവിൻ നാമത്തിൽ. അമേൻ, അമേൻ. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ണറായി മാറാൻ ഞാൻ എല്ലാ ദിവസവും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം, ചാനൽ പാർട്ണറാകാം, ബ്ലെസ്സിങ് ടുഡേ വിവിധ പദ്ധതികളിലൊരു പാർട്ണറായി മാറാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാം. ബുക്സ് ആവശ്യമുള്ളവർ ആമസോണിൽ നിന്ന് കൈവശമാക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.